ഹായ്. നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ ഒരു മീനൊക്കെ ഇട്ട് വന്നിക്കണെന്ന്. ഇത് മീൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പിടിച്ച മീനാണ് കേട്ടോ. ഇവർ ചൂണ്ടലിട്ട് പിടിക്കല്ലോ, അങ്ങനെ പിടിച്ചുവിടുന്ന മീനാണ്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ എന്ത് ചെയ്തിക്കണേ, താത്തി ഞങ്ങളെയും കൂടെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിക്കണം കേട്ടോ. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ വരയ്യാൻ പോകട്ടെ. അപ്പോൾ ഞാൻ പറയാം നിൽക്ക് ഞാൻ വരുമ്പോഴത്തേന് ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞ് ഓടി വന്നതാട്ടോ. അപ്പം ഇത് വൈകുന്നേരം സമയത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പിടിച്ചു കൊടുന്നപ്പോൾ കുറച്ചൊരു വലിപ്പമുള്ള നല്ലൊരു മീൻ. പേരൊന്നും അറിയില്ല കേട്ടോ, അവരെന്തോ പേരൊക്കെ പറഞ്ഞു, ഞാൻ മറന്നിട്ടുണ്ടേ. അപ്പോൾ അതിനെ ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെ അതിനെ കഴുകിയിട്ട് കായം തേച്ച് വെക്കുമല്ലോ, മസാല ഒക്കെ തേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏർത്തി അതൊക്കെ ചെയ്യണം കേട്ടോ, നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കണമല്ലോ, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഇവർ ഒരുവിധം പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിതിൻ്റെ കായം എന്താ വെച്ചാൽ എന്തോ പച്ച കൂട്ടിയതാണ് കേട്ടോ. എന്തൊക്കെ അതിൽ ചേർത്തൊക്കെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ ഇവർ കായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കായം കൂട്ടിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ ചേർത്തൊന്നും അറിഞ്ഞില്ലെങ്കിലും പിന്നെ അവൾ എന്തൊക്കെയാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി എന്തൊക്കെ വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. മസാല ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റിൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ ഞാനത് വിശദീകരിക്കണില്ല കേട്ടോ. എന്തായാലും അപ്പോൾ ഞാൻ സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. മോൾ സ്കൂളിട്ട് വന്നപ്പോഴേ അവൾക്ക് ഫുഡ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടോ ഞാൻ. അപ്പോൾ ഏടത്തിയാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഈ മീനിൻ്റെ പേരൊന്നും എന്താണെന്നൊന്നും അറിയൂല കേട്ടോ. എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഫ്രണ്ട്സോരും കൂടി ചൂണ്ടലിടാൻ പോയതാന്ന് പറഞ്ഞ് ബീച്ചിൻ്റെ അവിടെ അങ്ങനെ ചൂണ്ടൽ കുടുങ്ങിയെന്ന് പറഞ്ഞു. വേറെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ചെറിയ മീൻ, ഇത്ര വലിപ്പമില്ല, പക്ഷെ അവരൊക്കെ വീട്ടിൽ ഫ്രൈ ചെയ്തിട്ടാ. ഇത് പിന്നെ ഒന്നങ്ങോട്ട് വലിപ്പമുള്ളതിനെ ഞങ്ങളൊന്ന് മാറ്റി വെച്ചതായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളൊന്ന് പുറത്തിറങ്ങട്ടെ കേട്ടോ, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് മേലെ കയറാൻ വിചാരിച്ചിട്ടോ, വാർപ്പിൻ്റെ മേലെ. അപ്പോഴാണെങ്കിലോ അന്ന് മഴ ദിവസം എന്തോ മഴച്ചാറിലും പെയ്യലൊക്കെ. പിന്നെ വാർപ്പ് ഇച്ചുണ്ടാവുമല്ലോ വെച്ചിട്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ രാത്രിയിലല്ലേ, പിന്നെ മഴച്ചാറിൽ വന്നാൽ സാധനം കൊണ്ട് ഓടേണ്ടി വരില്ലേ, അപ്പോൾ നടക്കില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്തുതന്നെ വെച്ച് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. എൻ്റെ മോൾ എന്ത് ചെയ്ത്, അവളെ മാമി വന്നാൽ പിന്നെ അവളിവിടെ ഇരിക്കൂല. അപ്പോൾ പിന്നെ അവൾ പുറത്ത് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നിട്ട് നടക്കുകയാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇതിൽ ആരൊരാൾ തുമ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ തുമ്പിനെ പിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഓരോ ഫ്ലവറും കല്ലും ഒക്കെ ഇട്ട് കളിക്കുകയാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പറയുന്നില്ല തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കാമെന്ന് പറഞ്ഞ സംഭവം ശരിയാണല്ലേ. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ ചെയ്തിരുന്നുണ്ട്, തുമ്പിനെ കൊണ്ട് കല്ല് പിടിക്കും. നല്ല രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന്, വൈകുന്നേര സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ. അവൾ ഇവരെ പണി എന്താണെന്ന് അറിയാമോ, ഒരു ഉറുമ്പിന് ജീവനുള്ള ഒരു ഉറുമ്പിനെ എടുത്തിട്ട് തുമ്പി തിന്നോ നോക്കാൻ വേണ്ടിയിട്ട് അവളെ കയ്യിലിട്ടുകയാണ് കേട്ടോ. ഇശലിനാണെങ്കിൽ തുമ്പി ഇങ്ങനെ കൂറുമ്പോൾ പേടിയുണ്ടായിരുന്നു കേട്ടോ, കടിക്കുമോ എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെയൊക്കെയാണ് ഇവരെ പണികൾ. പുറത്തിറങ്ങുമ്പോൾ കുറേ സമയം ഫോണുമ്മേ തന്നെ അല്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി നടന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെയാണ് കേട്ടോ. ഇതിലെന്താ വെച്ചാൽ അവരാരെയും കാണിക്കാത്തത്, അവർക്കൊന്നും ഫേസ് കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ യൂട്യൂബിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം മതി, നമ്മൾ പോവല്ലേ ഉള്ളു കയറാമെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ഇശലും മാമിയും സമ്മതിക്കണില്ല. എൻ്റെ നാത്തൂനാട്ടോ, എൻ്റെ ആങ്ങളുടെ വൈഫാണ് ഞാൻ മാമീന്ന് പറയണത്. ഇശലിൻ്റെ ചാനലല്ലേ, ഇശലും മാമീന്ന് പറയാം കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവർ പണിഞ്ഞെടുത്തത് വെള്ളത്തിലാണ് കേട്ടോ. ഞങ്ങളെ തോട് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇട്ടത്. തോട് പൊട്ടിയപ്പോൾ നല്ല വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് പോവാം കേട്ടോ. കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറയാണ് വരിയായിട്ട് പോകുന്നുണ്ട്. ബാക്കി രാത്രിയിലാട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാ ചിരട്ടക്കണലിട്ട് ചൂടാണ് കേട്ടോ. നമ്മൾ മറ്റേ ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ചിരട്ടനൊന്ന് കണലാക്കി കൊടുക്കുക. നമ്മളെ വീട്ടിലാണെങ്കിൽ കർപ്പൂരം ഇല്ല, പിന്നെ മണ്ണെണ്ണാക്കി ചോദിക്കൂല. അത് കാരണം അതുകൊണ്ട് വല്ലാണ്ട് ആക്കാനും വയ്യ, കർപ്പൂരം ഇല്ല. അങ്ങനെ ആകെ പെട്ടുപോയി. ഇതൊന്ന് കണലാക്കി കിട്ടണ്ടേ, അങ്ങനെ കുറേ ഞങ്ങളധികം മെനക്കെട്ടുകൾ കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഒരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നിട്ട് പഴയത്, അതിലാട്ടോ കണലാക്കണത്. കല്ല് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടൊരു കല്ലെടുത്ത് വന്നിട്ട് അതിൻ്റെ മേലൊന്ന് ഗ്രില്ല് ചെയ്യാനിട്ടതാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എല്ലാവരും കൂടി കലപിലായിട്ട് അതിൻ്റെ വോയിസ് ഒന്നും മനസ്സിലാവില്ല, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തേ. ഇന്നിപ്പോൾ രാത്രി കൂടെ നല്ല ഇരുട്ടായിക്കണേ. അപ്പോൾ ആ സമയത്തുള്ള ഒരു പൂച്ച അങ്ങനെ വരുന്നേ ഇവിടുന്നോ ഇതിൻ്റെ സ്മെല്ലായിട്ട് കയറി വരാൻ തോന്നുന്നുണ്ട്. അപ്പം ഗ്രില്ലിങ്ങിൻ്റെ മെയിൻ ഇപ്പം ആങ്ങൾ തന്നെ ആയിട്ട് നിന്നത്. അപ്പോൾ അവനതിൻ്റെ എന്തോ പിന്നെ അതിൻ്റെ കായം എണ്ണൊക്കെ വീണ്ടും വീണ്ടും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവന്. പക്ഷേ നല്ല രസമായിരുന്നു, എല്ലാവരും കൂടെ സംസാരിച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ടൈം പോണതേ അറിയില്ല. അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് സമയമായിട്ടോ. ഈ കണലൊന്നും ഇങ്ങോട്ട് ആയി കിട്ടാൻ നല്ല പണിയായിരുന്നു. കാരണം തണുത്തുകൊണ്ട് തോന്നുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട് ചാർക്കോള്. അപ്പോൾ അതൊന്ന് ചൂട് തട്ടി നായി കിട്ടാൻ നല്ല മെനക്കെട്ട് വന്നിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഫാന് കൊടുത്തിട്ട് ആക്കിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പൂച്ച നടക്കുന്നുണ്ടെന്ന്. ആ പൂച്ച വിശന്നിട്ട് അതുകൊണ്ട് മീനിൻ്റെ മണം കേട്ടപ്പോൾ വന്നതാ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് എൻ്റെ മോള് പറഞ്ഞ പാവല്ലമ്മ ചോറ് ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ട് ചോറ് തിന്നണുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് തിന്നൂലാന്ന്. എന്തായാലും ഇപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടോ, ഇനി ഞങ്ങൾ മീനെടുത്ത് പോട്ടെ.
ഞങ്ങൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേന് എല്ലാവരും വെച്ചലും തിന്നലൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് മീനിൻ്റെ ഒരു ഫ്ലേവർ പോലും ഇല്ല. ഞങ്ങൾ ആങ്ങളോട് പറഞ്ഞേ ഇനിയും പോയി പിടിച്ചോണ്ടിട്ട് ചൂണ്ടലിട്ടിട്ട് അപ്പോൾ പറയുകയാണ് വെയിലും കൊണ്ടിട്ട് കുറേ സമയം ഇരുന്നിട്ട് കിട്ടിയൊരു മീനാണെന്ന്. വേറെ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു മീനാണ്, അവർ ഇത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയും പിടിച്ചോണ്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം, എന്തൊരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാറാനൊന്നും കാത്തിക്കണില്ല കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ അങ്ങനെ കൈയിട്ട് ഒരുപാട് കൈകൾ കണ്ടില്ലേ, അവിടെ നിന്നും ഇവിടെ നിന്നും കൈ വരുന്നുണ്ട്. മുള്ളേതാണോ അതൊന്നും അറിയണില്ല. എന്തായാലും മീനിനെ ഞങ്ങൾ അങ്ങോട്ട് കാലിയാക്കിയിട്ടാ. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അത് എത്ര കുറച്ചാണെങ്കിലും അല്ലെങ്കിലും ഭയങ്കര രസമാണല്ലേ. അങ്ങനെ ഓരോരുത്തർ മുള്ള് വരെ വാരിക്കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടാ. ഞങ്ങളിങ്ങനെ മീനിൻ്റെ കഥകളും അതിൻ്റെ ടേസ്റ്റിൻ്റെ കഥകളും ഒക്കെ പറഞ്ഞ് അവന് പിടിക്കാൻ പോയിട്ട് അവിടെ നിന്നുള്ള കഥകളൊക്കെ പറഞ്ഞിരുന്ന് കുറേ കറുത്ത് രാവിലെ പോയിരുന്നിട്ട് ചൂണ്ടലിട്ട് ഇരുന്നിട്ട് കിട്ടിയാന്നൊക്കെ പറഞ്ഞിരുന്ന്. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.